ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് ചേരാൻ വേണ്ടിയിട്ടാണ് മതം തന്നെ ഉണ്ടായിട്ടുള്ളത്. മതം എന്ന വാക്കുണ്ടായത്, വാക്കിൻ്റെ ഇംഗ്ലീഷ് പദമുണ്ടായത് ലാറ്റിൻ വാക്കിൽ നിന്നാണ്. മതത്തിൻ്റെ ഇംഗ്ലീഷ് പദം റിലിജിയൻ എന്നാണല്ലോ. റിലിജിയൻ എന്ന വാക്കുണ്ടായത് രണ്ട് ശബ്ദങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ്. ഒന്ന് റേ, രണ്ട് ലേജെ. ഈ രണ്ട് പദങ്ങൾക്ക് അർത്ഥം റേ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്നാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനം എന്താണെന്നറിയാമോ? ഞാനൊരു സ്കൂളിൽ പോയിട്ട് റിപ്പബ്ലിക് ദിനത്തിന് കുട്ടികളോട് ചോദിച്ചു, ഈ സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും തമ്മിൽ എന്താ മക്കളെ വ്യത്യാസം? ഒരു കുട്ടിക്ക് ഉത്തരം കൃത്യമായി പറയാൻ അറിയാത്തപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സ്വാതന്ത്ര്യ ദിനത്തിന് പതാക ഉയർത്തുക പ്രധാനമന്ത്രിയാണ്, അപ്പോൾ പ്രസിഡന്റിന് പതാക ഉയർത്താൻ ഒരു ദിവസം ഇല്ല, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് റിപ്പബ്ലിക് ദിനം. നമ്മുടെ ഈ ലോകം എല്ലാവർക്കും തുല്യ അവകാശപ്പെട്ടതായിരുന്നു. അതാണ് പിന്നെ പലരുടെയും കയ്യിലേക്ക് പോയത്. പിന്നെ ബ്രിട്ടീഷുകാരുടെയും പോർച്ചുഗീസുകാരുടെയും കയ്യിലേക്ക് പോയി. അത് വീണ്ടും ജനങ്ങൾക്ക് തന്നെ കൊടുത്ത ദിവസമാണ് റേ പബ്ലിക്. പബ്ലിക് എന്ന് പറഞ്ഞാൽ പൊതുജനമല്ലേ? പൊതുജനത്തിന് വീണ്ടും അധികാരം കിട്ടിയ ദിവസം, അതാണ് റിപ്പബ്ലിക് ഡേ. റേ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്നാണ്. ലേജെ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക. മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായത് മൃഗങ്ങളെപ്പോലെ ഉണ്ണാനും ഉറങ്ങാനും സന്തതി പരമ്പരകളെ ഉണ്ടാക്കാനും മാത്രമല്ലെന്ന് എല്ലാവർക്കും അറിയാലോ. തൻ്റെ സ്ഥലത്തിൻ്റെയും കാലത്തിൻ്റെയും പരിമിതികൾക്കപ്പുറത്തേക്ക് ലോകത്തിൻ്റെ അറ്റത്തോളം ചിന്തിക്കാനും ദേശത്തിൻ്റെ അറ്റത്തോളം ചിന്തിക്കുവാനും കാലത്തിൻ്റെ അറ്റത്തോളം ചിന്തിക്കുവാനുമാണ് മനുഷ്യനുണ്ടായത്. കാലബോധം നമുക്ക് മാത്രമേ ഉള്ളൂ. ദേശബോധവും കാലബോധവും നമുക്കേ ഉള്ളൂ. ആ ബോധം വെച്ചിട്ട് കാലത്തിനും ദേശത്തിനും അപ്പുറത്തേക്ക് പോകാൻ, ദേശത്തിനും കാലത്തിനും അപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നപ്പോഴാണ് നമ്മൾ മനുഷ്യർ ബുദ്ധി വളർന്നത്.